യാത്ര പുറപ്പെട്ട 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ആ ഹോരേബിൽ വീണ്ടും അവരെത്തുകയാണ്, ദൈവം അവനോട് സംസാരിപ്പാനായിട്ട്. ഇതാണ് നമ്മുടെ ജീവിതയാത്ര. മരുഭൂമി ദുഷ്കരമാണോ? ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാറ്റിയാൽ നിന്നെ ആ പ്രാർത്ഥന എവിടെ കൊണ്ടുചെല്ലും? തിരിച്ച് മിദ്യാനെ കൊണ്ടെത്തിക്കും. ഒന്നും കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങി കൊണ്ടുവരും. എൻ്റെ പഴയ അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന സ്തോത്രം. ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി. എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി അതെല്ലാം എനിക്ക് ദൈവം മടക്കി നൽകി. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അത് വേറെ നാമമാണ് വാഴ്ത്തപ്പെടുന്നത്. അത് മിസ്രൈമിൻ്റെ നാമമാണ്. മിസ്രൈമിയിലെ കുട്ടി പിശാചിൻ്റെ നാമമാണ് വാഴ്ത്തപ്പെടുന്നത്. ദൈവനാമം നിന്നിലൂടെ വാഴ്ത്തപ്പെടണമെങ്കിൽ ക്രൂശിൻ്റെ സഹനം. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. മോശെ കടത്തിവിട്ട ആ വഴി മുഴുവനും കാണാപ്പാടം പറയാൻ കഴിയുന്ന ഇസ്രായേലിനോടാണ് യേശു സംസാരിക്കുന്നത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് മോശയുടെ ജീവചരിത്രം മുഴുവനും കാണാതെ പറയുവാൻ കഴിയുന്ന ആ ഇസ്രായേൽ പുരുഷ പ്രജയോട് കർത്താവിന് ഇങ്ങനെ സംസാരിക്കേണ്ട ഗതികേട് വന്നത് എന്തുകൊണ്ടാണ്? യാഥാർത്ഥ്യം ഗ്രഹിപ്പാൻ അവരുടെ കണ്ണുകളെ തുറന്നിരുന്നില്ല. ഇന്നും അനേക പെന്തക്കോസ്തുകാർക്ക് അങ്ങനെയാണ് പറ്റിയിരിക്കുന്നത്. യാഥാർത്ഥ്യം കാണുവാൻ അവരുടെ കണ്ണുകളെ തുറന്നിട്ടില്ല. കർത്താവിന് വീണ്ടും സംസാരിക്കേണ്ട ഗതികേട് വരികയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നാം ആകരുത്. നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉള്ളം പ്രസാദിപ്പിക്കുവാൻ കഴിയുമെണ്ണം എൻ്റെ പ്രിയൻ എന്ന പേരിന് അർഹമായി മാറുന്നത് കൊട്ടാരത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴും അല്ല. പ്രിയമുള്ളവരെ, ഹോരേബിലൂടെ ദീർഘദൂരമുള്ള യാത്രയിലൂടെ, ഇനി സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും നിന്നുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ, അല്ലേ? തൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മിസ്രൈമിൽ പരാജയപ്പെട്ടതാണോ? അത് നിമിത്തം ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിട്ട് വേലക്കാരെ അധികം ചുമത്തിയിട്ട് ഇരട്ടി പണി അവർക്ക് കൊടുക്കുവാനിടയായി. എടാ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പം ഞങ്ങൾക്കില്ലായിരുന്നു. നീ നിമിത്തം ഇപ്പം ഞങ്ങളുടെ ഉറക്കം കൂടെ ഇല്ലാതെയായി, ഞങ്ങളുടെ പണി ഇരട്ടിപ്പിക്കുകയാണ്, പോടാ എന്ന് പറഞ്ഞ് തിരസ്കരിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്ക് പോകുകയാണ്. സകലതും നഷ്ടപ്പെടുത്തി കൊട്ടാരത്തിലെ സകല പദവികളും വെടിഞ്ഞ് ക്രൂശിൻ്റെ പാത തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഹോരേബിലെത്തി. അവിടെ നിന്നും വീണ്ടും ശബ്ദം കേട്ട് നിയമവുമായി അദ്ദേഹം ജനത്തെ ഉദ്ധരിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവശബ്ദമായി വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അനുഭവം എന്താണ്? സ്വന്തം ജനം അവനെ കൈക്കൊണ്ടില്ല. യേശുവിന് അങ്ങനെയല്ലായിരുന്നോ? ക്രൂശിൻ്റെ അത്യുജ്വലമായ പ്രമാണമായി ഈ ദൗത്യമായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല.